ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന ഓഡിറ്റർ ഹൈക്കോടതിയിൽ. ഇത് പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് കോടതി ചോദിച്ചു. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ഓഡിറ്റർ കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി. വിഷ്ണു, വിജയൻ അസോസിയേറ്റ്സ് കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ഹാജരായത്. പക്ഷേ എപ്പോഴും ഈ കൃത്യമായ വരവ് ചെലവ് കണക്ക് അത് കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നാണോ? കൃത്യമായ വിവരങ്ങൾ എങ്ങനെയാണ്? വിജയൻ അസോസിയേറ്റ്സിന് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ അതിന്റെ എത്ര ചെലവായി ഏതെല്ലാം പൈസകൾ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളുടെ ഒരു കണക്ക് നൽകിയിട്ടുള്ളത് ദേവസ്വം ബോർഡാണ്. അത് പരിശോധിച്ചാണ് വിജയൻ അസോസിയേറ്റ്സ് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതായത് ആ കണക്കുകളിൽ വിജയൻ അസോസിയേറ്റ്സിലേക്ക് എത്തിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാകും എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. ഈ കിടക്ക വാങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലെ വിശദീകരണങ്ങളൊക്കെ ആ കാര്യങ്ങൾ അടക്കമുള്ള വസ്തുതകളൊക്കെ അതിന് മുമ്പാകെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ച് ഇത് പരിഹരിക്കാനാകും എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതിന്മേലാണ് 10 ദിവസത്തിനകം തന്നെ അതിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആകും എന്ന് ഓഡിറ്റർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡും 10 ദിവസത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ സ്റ്റേറ്റ്മെന്റ് നൽകുമെന്നാണ് ലഭിക്കുന്നത്. നേരത്തെ 3 ആഴ്ച സമയം ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. ഞങ്ങൾക്ക് വിശദമായ കണക്ക് ഹാജരാക്കാൻ 3 ആഴ്ച സമയം വേണമെന്ന്. ആ ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞത് 3 മാസത്തോളമായി ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം അത്രയും സമയമായിട്ടും നിങ്ങൾക്ക് ഈ കണക്ക് ഹാജരാക്കാൻ പറ്റിയില്ല എങ്കിൽ ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ല എന്ന് കോടതിക്ക് വിലയിരുത്തേണ്ടി വരും എന്ന് കഴിഞ്ഞ ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 10 ദിവസം സമയം ദേവസ്വം ബോർഡിന് കൂടി അനുവദിച്ചിരിക്കുന്നത് ഈ മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട്. 10 ദിവസത്തിന് ശേഷം ഈ ഹർജി പരിഗണിക്കും. ആ ഘട്ടത്തിലായിരിക്കും കണക്കുകളിലെ വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരിക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. നിലവിൽ പ്രാഥമികമായി കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് ഹൈക്കോടതി ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഓഡിറ്ററും ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അനുജ, ഇതിലിപ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് വിഷ്ണു, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് കെ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞതിൽ കൃത്യമായ കണക്കുണ്ട്, ആ കണക്കാണ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഇപ്പോഴും ആ കണക്ക് കൃത്യമല്ല എന്നതാണോ? രണ്ടാമതും കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നത് തന്നെയാണോ വിജയൻ അസോസിയേറ്റ്സ് അറിയിച്ചത്? അനുജ, ഇത് ആ കണക്കല്ല. അതായത് ദേവസ്വം ബോർഡ് കണക്ക് ഹൈക്കോടതിക്ക് കൈമാറിയിട്ടില്ല. അവർക്ക് സമയം വേണം, 3 ആഴ്ച സമയം വേണം, അതിന്മേൽ വിശദമായി കണക്ക് നൽകാം എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത്. വിജയൻ അസോസിയേറ്റ്സിനെയാണ് ആദ്യഘട്ടത്തിൽ ഈ കണക്കുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് അപ്പോൾ വിജയൻ അസോസിയേറ്റ്സിന് ചില വിവരങ്ങൾ, അതായത് ഈ പണത്തിന്റെ ലാഭം അതോടൊപ്പം തന്നെ ഇതിന്റെ നടത്തിപ്പ് ചെലവ് അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൈമാറിയിട്ടുണ്ട്. അവർ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയൻ അസോസിയേറ്റ്സ് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയും അവർ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. ദേവസ്വം ബോർഡിന്റെ പൂർണ്ണമായ കണക്ക് റിപ്പോർട്ട്, അതായത് ഈ അയ്യപ്പ സംഘവുമായി ലഭിച്ച പണം എത്ര രൂപ ചെലവാക്കി, എത്ര രൂപ ലാഭമായി ലഭിച്ചു, അക്കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഇനി 10 ദിവസത്തിന് ശേഷമായിരിക്കും അറിയിക്കുക. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കണക്ക് ഇതല്ല, ഇത് വിജയൻ അസോസിയേറ്റ്സിന് മുമ്പാകെ പ്രാഥമികമായി ലഭിച്ച അല്ലെങ്കിൽ അവർ പ്രാഥമികമായി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത്. ശരി, അതാണ് പ്രധാനപ്പെട്ട വാർത്തയാണ്. പക്ഷേ ഇത് പുതിയതായി സമർപ്പിച്ച റിപ്പോർട്ടിലെ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ആദ്യം തന്നെ പറഞ്ഞത് രീതിയിൽ ആ പൊരുത്തക്കേടുണ്ട് എന്നത് ഓഡിറ്ററായ വിജയൻ അസോസിയേറ്റ്സ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്നാണ് കോടതി ഓഡിറ്ററോട് ചോദിച്ചത്. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ഓഡിറ്റർ കോടതി അറിയിക്കുന്നു. ദേവസ്വം ബോർഡിനും ആ തരത്തിലേക്ക് സമയം അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്നതാണ് വിഷ്ണു സുരേഷ് അറിയിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മളോട് ദേവസ്വം ബോർഡ് ചെയർമാൻ പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ഈ കണക്കുകളിൽ ഉള്ള പൊരുത്തക്കേടുകളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിലേക്ക് സമർപ്പിക്കാൻ പോകുന്നത് എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ടിന്മേലല്ല ഇപ്പോഴുള്ള പരാമർശം വന്നിട്ടുള്ളത് എന്നതാണ്. പരിഹരിക്കാൻ നടപടി എന്ത് എന്നതാണ് ഇന്നിപ്പോൾ കോടതി ചോദിച്ചത്. നേരത്തെ 3 ആഴ്ച സമയമാണ് ഇതിൽ തേടിയിരുന്നത് ദേവസ്വം ബോർഡ്. പക്ഷേ അത്രയും സമയം അനുവദിച്ച് നൽകാൻ കഴിയില്ല എന്ന് അന്ന് കോടതി നിലപാടെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ 10 ദിവസം കൂടി സമയം നൽകാം. അപ്പോൾ ആ കണക്കുകൾ തെറ്റില്ലാത്ത, പൊരുത്തക്കേടില്ലാത്ത വരവ് ചെലവ് കണക്കുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നത് കോടതി നിർദ്ദേശമായി പറഞ്ഞിരിക്കുകയാണ്. ഈ പൊരുത്തക്കേടുണ്ട് എന്ന വിവരം ഇന്ന് ഓഡിറ്റർ വിജയൻ അസോസിയേറ്റ്സ് കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ കോടതിയിൽ ഹാജരായ ഓഡിറ്റർ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകുന്നത്. വിഷ്ണു തുടരുന്നുണ്ട്.
വിഷ്ണുവിലേക്ക് എത്താം. റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് കോടതിയെ ഓഡിറ്റർ അറിയിച്ചിരിക്കുകയാണ് 10 ദിവസത്തിനുള്ളിൽ. അത് ദേവസ്വം ബോർഡിനോടും കോടതി ആ തരത്തിലേക്ക് തന്നെ കണക്കുകൾ കൃത്യമായി തന്നെ നൽകാൻ ഉള്ള സമയം എന്ന രീതിയിൽ 10 ദിവസം ദേവസ്വം ബോർഡിനും അനുവദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്തത്. പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കോടതി ഒരിക്കൽ കൂടി ആരായുകയാണ്. വലിയ പൊരുത്തക്കേടുകൾ, വലിയ വ്യത്യാസങ്ങൾ വരവ് ചെലവ് കണക്കുകളിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് വിവാദമായി. അതിനെ തുടർന്നാണ് കോടതി സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.